സ്വന്തം ചക്ര പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയിൽ നിന്നും നിഞ്ച വേൾഡിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഗോഡ് ലെവലിലേക്ക് ഉയർന്നൊരു ക്യാരക്ടർ വേറെ ആരുമല്ല നറൂട്ടോ ഉസ്മാക്കി. ഓ ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നറൂട്ടോയുടെ മോഡ്സ് ആണ്. വീക്കസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മോഡ്സ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വെയിറ്റ് ചെയ്യേണ്ട, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ബേസ് നറൂട്ടോ. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നറൂട്ടോ ആണ്. ചക്ര റിസോഴ്സ് ആണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ട്രംപ് കാർഡ്. കൂടാതെ തന്നെ 1000-ലധികം വരുന്ന ഷേഡോ ക്ലോൺസും റസിങ്കനും റാസൻ ചുരുക്കനും വരെ ഈ മോഡ്സിൽ വരുന്നുണ്ട്. സോ നെക്സ്റ്റിലേക്ക് കിടക്കാം. സെക്കൻഡ് മോഡാണ് ടെയിൽ ക്ലോക്ക് മോഡ്. കുറാമയുടെ ചക്ര നറൂട്ടോയുടെ ബോഡിയിലൂടെ ലീക്ക് ആവുന്നു. ഇതിലൂടെ നറൂട്ടോയ്ക്ക് സ്പീഡും സ്ട്രെങ്ത്തും ചക്രയും ഹീലിങ്ങും മാസീവായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്കാണ് നറൂട്ടോയുടെ ബോധം നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ പുള്ളിക്ക് നല്ലവണ്ണം ഫിസിക്കൽ ഇഞ്ചുറീസും പറ്റും. നമ്മുടെ നറൂട്ടോ സീരീസിൽ തന്നെ ഒറോച്ചിയാറ ആയിട്ടുള്ള ഫൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുള്ളിയുടെ ദേഹം ബേണായി മാറുന്നത്. നെക്സ്റ്റ് മോഡിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോഡ് സേജ് മോഡ്. നറൂട്ടോയുടെ ബിഗ്ഗസ്റ്റ് പവർ അപ്സിൽ ഒന്നാണിത്. മൗണ്ടും ബ്യോമോക്കുവിൽ നിന്നും പുള്ളി പഠിച്ചെടുത്ത മോഡാണിത്. ഈ മോഡിൽ നറൂട്ടോയുടെ ഓൺ ചക്രയും നാച്ചുറൽ എനർജി ആയിട്ടുള്ള ചക്രയും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് നറൂട്ടോ ഈ പവർ അൺലോക്ക് ചെയ്യുന്നത്. കൂടാതെ തന്നെ പുള്ളിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്പീഡും സെൻസറി എബിലിറ്റീസും ജുട്സു പവറും ഒക്കെ നല്ലവണ്ണം ഈ മോഡിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. കൂടാതെ തന്നെ എനിമിയെ സെൻസ് ചെയ്യാനും നറൂട്ടോയ്ക്ക് സാധിക്കും. ഇതിലൂടെ നറൂട്ടോയുടെ റസിംഗഡ് ബേറ്റ്സ് അറ്റാക്സ് നല്ലവണ്ണം പവർഫുൾ ആകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്കാണ് നറൂട്ടോയ്ക്ക് നല്ലവണ്ണം ടൈം എടുത്ത് വേണം നമ്മുടെ നാച്ചുറൽ എനർജി ചക്രയായിട്ട് കൺവേർട്ട് ചെയ്യാൻ. സോ നെക്സ്റ്റ് മോഡിലേക്ക് കിടക്കാം. നെക്സ്റ്റ് മോഡാണ് KCM 1 അഥവാ കുറാമ ചക്രാമോ. നറൂട്ടോ ഏകദേശം കുറാമയുടെ ചക്രയെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച മോഡാണിത്. കൂടാതെ തന്നെ പുള്ളിയുടെ സ്പീഡും മൂവ്മെൻറ്റും മാസീവായിട്ട് ഈ മോഡിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. കൂടാതെ തന്നെ കുറാമയുടെ ചക്ര ഒരു ഗോൾഡൻ ക്ലോക്ക് പോലെ നറൂട്ടോയുടെ ദേഹത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറെ അബിലിറ്റിയാണ് ചക്ര ആംസ്. ലോങ് റേഞ്ച് അറ്റാക്സ് ആയിട്ടുള്ള റാസൻ ചുരുക്കനും വാസി റസിങ്കനും പോലുള്ള അറ്റാക്സ് എല്ലാവണ്ണം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നറൂട്ടോയെ ഈ മോഡ് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ മോഡിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ നേരം യൂസ് ചെയ്താൽ ഈ മോഡ് നറൂട്ടോയെ എക്സോസ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് മോഡിലേക്ക് കടക്കാം. നെക്സ്റ്റ് KCM 2 അഥവാ കുറാമ ചക്ര മോഡ് 2. നമ്മുടെ കുറാമയുടെ ചക്രയെ എഫിഷ്യൻ്റ് ആയിട്ട് നറൂട്ടോ യൂസ് ചെയ്യാൻ പഠിച്ച മോഡാണിത്. ഇതിലൂടെ പുള്ളിക്ക് ഫുൾ കുറാമ അവതാർ, നമ്മുടെ സീരീസിൽ കാണുന്ന പോലെ കുറാമയുടെ പോലെയുള്ള ഒരു അവതാർ വരെ പുള്ളിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നല്ലവണ്ണം സ്പീഡും ഡിസ്ട്രക്റ്റീവ് പവറും ഈ മോഡിലൂടെ നറൂട്ടോയ്ക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ചക്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ 4th ഗ്രേഡ് നിഞ്ച വാറിൽ ഷിക്കമാറുവിനും ബാക്കിയുള്ളവർക്കും ചക്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കും. കൂടാതെ തന്നെ ഈ ലെവലിലാണ് പുള്ളി ഒരു പവർ ഹൗസിലേക്ക് മാറുന്നത്. നിങ്ങൾ ഇതുവരെ വീഡിയോ എത്തിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നുപോയത്. ഇനി മുതലാണ് നമ്മുടെ നറൂട്ടോ ഒരു ഗോഡ് ലെവലായിട്ട് മാറുന്നത്. സോ നെക്സ്റ്റ് മോഡാണ് 6 പാർട്ട് സേജ് മോഡ്. 6 പാർട്ട് അബിലിറ്റി കിട്ടുന്നതോടുകൂടി നറൂട്ടോയുടെ സ്പീഡും സ്ട്രെങ്ത്തും സെൻസിങ്ങും ചക്രയും ജുട്സു അബിലിറ്റീസും എനോർമസ് ആയിട്ട് ഇൻക്രീസ് ആവും. കൂടാതെ തന്നെ 6 പാർട്ടിന് സ്പെഷ്യൽ അബിലിറ്റി ആയിട്ടുള്ള ട്രൂത്ത് സീക്കിംഗ് ഓപ്സും പുള്ളിക്ക് കിട്ടും. പിന്നെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നിഞ്ചുസുവിന് ഒരിക്കലും 6 പാർട്സ് അബിലിറ്റീസ് ഉള്ള ഒരാളെ ഡിസ്ട്രോയ് ചെയ്യാനോ തോൽപ്പിക്കാനോ കഴിയില്ല. ഇതിലൂടെ നറൂട്ടോ ഗോഡ് ലെവൽ പവർഫുൾ ആയിട്ട് മാറുന്നുണ്ട്. സോ നെക്സ്റ്റ് മോഡിലേക്ക് കിടക്കാം. നെക്സ്റ്റ് മോഡാണ് എൻഹാൻസ് 6 പാർട്ട് സേജ് മോഡ് അഥവാ അസുര മോഡ്. ഈ മോഡിൽ നറൂട്ടോയുടെ 6 പാർട്ട് ചക്രയും കുറാമയുടെ ചക്രയും കൂടി ചേർന്ന് വേറൊരു ചക്രമായി ക്രിയേറ്റ് ആവുന്നു. കൂടാതെ തന്നെ കുറാമയ്ക്ക് പുതിയൊരു അവതാരം ഇതിൽ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നറൂട്ടോയുടെ ഡിസ്ട്രക്ഷൻ പവറും സ്പീഡും നല്ലവണ്ണം ഇൻക്രീസ് ആവുന്നു. കൂടാതെ തന്നെ അൾട്രാ ബിഗ് ബാൾ റാസൻ ചുരുക്കാൻ പോലെയുള്ള അറ്റാക്സ് ഈ മോഡിലാണ് വരുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ സാധാരണ ഒരു നിഞ്ചയ്ക്കും നറൂട്ടോയെ തൊടാൻ പോലും ഈ മോഡിൽ കഴിയില്ല. സോ ലാസ്റ്റ് മോഡിലേക്ക് കടക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മോഡ്. നറൂട്ടോയുടെ ഏറ്റവും പവർഫുള്ളായ മോഡ്, ഏറ്റവും ഡേഞ്ചറസ് ആയ മോഡും ഇത് തന്നെ. നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് മോഡ് വേറെ ഏതുമല്ല ബാരിയഡ് മോഡ്. നറൂട്ടോയുടെ ചക്രയും കുറാമയുടെ ചക്രയും കൂടെ ചേർന്ന് വേറൊരു ടൈപ്പ് ഓഫ് എനർജി ക്രിയേറ്റ് ആവുന്നു. ഇതിലൂടെ നറൂട്ടോയുടെ സ്പീഡും സ്ട്രെങ്ത്തും ക്രിയേഷൻ ടൈമും നല്ലവണ്ണം ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചറസ് അബിലിറ്റി ഇതൊന്നുമല്ല, ലൈഫ് ഡ്രെയിൻ ആണ്. അതായത് നമ്മുടെ നറൂട്ടോ ഓപ്പണൻറ്റിനെ ഇടിക്കുന്ന ഓരോ പഞ്ചിനും നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ ലൈഫ് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് മേജർ ഒരു പ്രോബ്ലം ഉണ്ട്, അതാണ് ചക്ര ഡ്രെയിൻ. നമ്മുടെ നറൂട്ടോയുടെയും കുറാമയുടെയും ചക്ര ഇതിലൂടെ നല്ലവണ്ണം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. ഇന്നൊരു ടൈം ലിമിറ്റും ഉണ്ട്. ഇതിലൂടെ നറൂട്ടോയുടെയോ കുറാമയുടെയോ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ബൊറൂട്ടോ അനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കുറാമ എങ്ങനെയാണ് മരിക്കുന്നതെന്ന്. സോ ഇവിടെയാണ് നമ്മുടെ മോഡ്സൊക്കെ എന്താവുന്നത്. സോ എൻ്റെ ഫൈനൽ റാങ്ക് ഇങ്ങനെയാണ്. ഏറ്റവും താഴെ ബേസ് നറൂട്ടോ, അതിൻ്റെ മുകളിലേക്കാണ്
9 days clock, Dot Sage Mode, KCM1, KCM2, 6 മോഡ്, ഏറ്റവും മുകളിൽ വേരിയൻറ്റ് മോഡ്. നിങ്ങളുടെ ഫേവറേറ്റ് മോഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ റാങ്കിങ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ വീഡിയോനെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ അനിമേ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.